നമ്മുടെ സദ്ഗുരുവിൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിൽ ഒരു റെയ്ഡ് നടന്നു ഇന്നലെ. ഒരു പിതാവ് ഒരു കേസ് കൊടുത്തിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതിയിൽ. അയാളുടെ 2 പെൺകുട്ടികളെ ഇവിടെ ഒരിക്കൽ ധ്യാനത്തിനോ എന്തോ പൂജയ്ക്കോ എന്തോ പഴക്കെടുക്കാൻ പോയതാണ്. അവിടെ പോയിട്ട് അവർ ബ്രെയിൻ വാഷ്ഡായി. അവരിപ്പം അവിടുത്തെ ഈ സദ്ഗുരുവിൻ്റെ ഇഷ ഫൗണ്ടേഷൻ ആശ്രമത്തിൽ തിരിച്ചു വരുന്നില്ല. അവരവിടുത്തെ ഇൻമേറ്റായി, അന്തേവാസിയായിട്ട് മാറി. അയാളുടെ മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സങ്കടത്തോടെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എനിക്കറിയാവുന്ന, ഹൈദരാബാദിലെയാണ്. അദ്ദേഹവും ഭാര്യയും ഗവൺമെൻറ് ജോലിക്കാരാണ്. അവരുടെ മകൻ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു. മകനും മകൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ പോയി. അവിടെ ചെന്നിട്ടോ ഈ ഇഷ ഫൗണ്ടേഷനിലെ അന്തേവാസിയായിട്ട് മാറി. ആ അമ്മ ഈയിടെ മരിച്ചു. ഒരു അസുഖം വന്നിട്ടാണ്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. ആ അമ്മ മരിച്ചപ്പോൾ ഈ മകനോ ഭാര്യയോ അടുത്തുണ്ടായിരുന്നില്ല. വളരെ ദുഃഖകരമായ ഒരു കാര്യമല്ലേ. അവരുടെ അനിയൻ്റെ മകനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു പല കാര്യങ്ങൾക്കായിട്ടും. ആ അമ്മ മരിച്ചിട്ടും ഇപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാണ്. ആ മകനും ഭാര്യയും ഇപ്പോഴും അവിടുത്തെ അന്തേവാസികളാണ്. അവർക്ക് സ്വന്തം അച്ഛനെ നോക്കാൻ സമയമില്ല. അവർക്ക് ഇന്ത്യയെ മൊത്തം അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ നോക്കാനാണ് താല്പര്യം. ഇങ്ങനെയും വേണോ നമുക്കൊരു ജീവിതം? സദ്ഗുരു ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ നന്നായിരുന്നു. ഈ സദ്ഗുരുവിൻ്റെ നേരെ കേസ് കൊടുത്തിട്ട് ജയിക്കാമെന്നൊന്നും ആരും ഇന്ത്യയിൽ വിചാരിക്കണ്ട. കാരണം അങ്ങേരെ പോലെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർ ഇന്ത്യയിൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ആരെ വേണമെങ്കിലും, ഏത് ജഡ്ജിയെ വേണമെങ്കിലും, ഏത് സുപ്രീം കോടതി വേണമെങ്കിലും പൊക്കോട്ടെ, പുള്ളി എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് തിരിച്ചും മറിച്ചും ആക്കി ആ കേസിനെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് അങ്ങനെ തോൽപ്പിക്കാമെന്നും ആരും വിചാരിക്കണ്ട. ഞങ്ങളാരും അങ്ങനെ ആരെയും മാനസാന്തരപ്പെടുത്തുന്നില്ല. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരമാണ്, അവർ രാജ്യത്തെ സേവിക്കാനാണ് എന്നൊക്കെ ഓരോ ന്യായം പറയും അദ്ദേഹം. അതിന് അദ്ദേഹത്തിന് വക്കീലിന് പോലും ആവശ്യമില്ല. അതുകൊണ്ട് ആരും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടെ ഇരിക്കരുത് സദ്ഗുരുവിനെ തോൽപ്പിക്കാവുന്ന. പിന്നെ ഈ മനസ്സ് മാറിപ്പോയ ആ പെൺകുട്ടികൾ, അവരെ എങ്ങനെയെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്ത് മനസ്സ് മാറ്റി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അത്രേ പറയാനുള്ളൂ. മുമ്പേ എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സുഹൃത്തിൻ്റെ മകളുടെയും കാര്യം. ഞങ്ങളൊക്കെ ഇവിടെ പ്രായമുള്ളവരൊക്കെ വിചാരിച്ചു ഈ അമ്മ മരിച്ചുകൊണ്ട് ഇനിയെങ്കിലും അച്ഛൻ്റെ കൂടെ അവർ രണ്ടുപേരും നിൽക്കും, ആ മകനും ഭാര്യയും നിൽക്കും എന്നൊക്കെ വിചാരിച്ചു. കാരണം അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഒരു മാറ്റവും ഇല്ല. അവർ തിരിച്ചുപോയി വീണ്ടും അതേ ആശ്രമത്തിലേക്ക്. ഈ ആശ്രമത്തിൽ ഇവരെന്ത് ചെയ്യും? ഈ വ്യക്തികൾ, ഈ ചെറുപ്പക്കാരായ ആൾക്കാർ, അവർ പബ്ലിക് സർവീസിനായിട്ട് പോകുന്നു അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ എന്തായിരിക്കും? ഈ അച്ഛനമ്മയെക്കുറിച്ചുള്ള വികാരമൊന്നും ഇല്ലേ? 2-3 ലക്ഷം ശമ്പളമൊക്കെ മേടിക്കുന്ന സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസാണ് ഇങ്ങനെയൊക്കെ പോയി അവിടെ അന്തേവാസിയായിട്ട് മാറുന്നത്. അവിടെ പോയിട്ട് ആശ്രമത്തിൽ പോയി ജോലി ചെയ്യുകയാണ്. എന്നിട്ട് അവർക്ക് ചെറിയ ശമ്പളമൊക്കെ കിട്ടും, ഭക്ഷണത്തിനുള്ളത്. പിന്നെ അവിടെ ആശ്രമത്തിലെ ജോലികൾ ചെയ്യുന്നു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തുമാത്രം അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പെന്തിക്കോസുകാരൊക്കെ ആൾക്കാരെ ഓരോ അത്ഭുതങ്ങളൊക്കെ കാണിച്ച്, എന്തെങ്കിലുമൊക്കെ ഉടായ്പൊക്കെ കാണിച്ച് മനസ്സ് മാറ്റാറുണ്ട്. അവരുടെ മതത്തിലേക്കൊക്കെ ചേർക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട്, വീഡിയോകളൊക്കെ ഒത്തിരി കാണാറുണ്ട്. ഇവിടെയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. മതം മാറ്റമല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ ആശ്രമത്തിലെ അന്തേവാസികളായിട്ട് മാറ്റുവാണ്. അവർക്ക് പിന്നെ ലൗകിക ജീവിതത്തിലൊന്നും താല്പര്യമില്ല. ഫാമിലി വേണ്ട, അച്ഛനും അമ്മയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകാം. ഇതൊരു വല്ലാത്തൊരു ബ്രെയിൻ വാഷ് അല്ലേ.